ഗെറ്റ് റെഡി വിത്ത് മീ ആണെന്ന് തോന്നണം. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ ഞാനന്ന് മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഞാൻ ഇവിടെ പോകുമ്പോ കുളിക്കില്ല, പക്ഷെ ഇന്ന് ഞാൻ കുളിച്ച്. അതുകൊണ്ട് ഇന്ന് ഇത്തിരി പയ്യൊക്കെ മുടി, ഇനി ഇത് മുടി കെട്ടണ കാര്യമാണ് ഭയങ്കര പാട്. ഇത് ഇത്തിരി 4-5 മുടിയേ ഉള്ളെങ്കിലും കെട്ടിയെടുക്കാൻ വലിയ പാടാണ്. ഡ്രസ്സ് മാറ്റിയിട്ട് വരാം, അത് നിങ്ങൾ കാണണ്ട. ഓക്കെ, ഡ്രസ്സ് കണ്ടോ, കൊള്ളാവോ? ഇവിടെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാണിക്കട്ടെ, നല്ല സൂപ്പറായിട്ട് കിടക്കുകയാണ്. രണ്ടടേ കൊള്ളാവോ? കമൻറ്റ് പറയണം. ഇനി സാറിനെയും കൂടെ ഒന്ന് കണ്ടോ വേണമെങ്കിൽ. കണ്ടില്ലേ, ഫസ്റ്റ് തന്നെ കൊള്ളൂല. മേക്കപ്പ് ഇട്ടിട്ടാണ് തല കെട്ടണം, പക്ഷെ ഞാൻ തല കെട്ടിയിട്ടേ മേക്കപ്പ് ചെയ്യാറുള്ളൂ ഗൈസ്. അപ്പോൾ തല കെട്ടണേനൊരു യുദ്ധം. എങ്ങനെ കെട്ടുമെന്നൊന്നും അറിഞ്ഞത്, എങ്ങനെയെങ്കിലും കെട്ടാം. ശരിയാവൂല, കലി വരും എനിക്കാണ് ദേഷ്യം വരും ഇതിങ്ങനെ തല കെട്ടുമ്പോഴത്തേക്ക്. അത് എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോകാൻ നേരത്തെ എത്ര കിട്ടിയാലും ശരിയാവില്ല. ഈ ഒരു പേഴ്സണൽ മേക്കപ്പ് മാനെയും കൂടെ വെക്കണം. അതിൻ്റെ ഒരു ഒന്ന് പിന്നിട്ട് തരാൻ പറഞ്ഞിട്ട് കേൾക്കാതെ വന്നിന്ന് വീട് കണ്ടില്ലേ. ഇങ്ങനെ മുടി അങ്ങോട്ട് എടുക്കണം. എന്നിട്ട് ഇങ്ങനെ കുറച്ച് ചുറ്റി അങ്ങോട്ട് കണ്ടല്ലേ, കയറ് പിരിക്കണ കണക്ക് ചുറ്റി 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 കയറ് ഇതാക്കുമല്ലോ, കയറ് അത് നമുക്ക് ചുറ്റണം. എന്നിട്ട് ഇവിടെ ഇത്തിരി മോഡലിന് വേണ്ടി കുറച്ച് മുടി ഇങ്ങനെ ഇടണമെന്നല്ല, ഇടണം. തല കെട്ടെന്നുള്ള യുദ്ധം കഴിഞ്ഞിരിക്കുന്നു. ഭയങ്കര മോഡലൊന്നും അല്ല, ഇങ്ങനെയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ. ഞാൻ ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല, പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്യാം. അപ്പോൾ അടുത്തതായി ഞാൻ ഈ ചാക്ക് കെട്ടിലോട്ട് പോട്ടു. ചാക്കിന്ന് എടുക്കാം, പരിപാടിയിലോട്ട് കിടക്കാം. സാധനങ്ങൾ വേണ്ടേ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയാം. വേണ്ടേ, തീരാറായ ഒരു സൺസ്ക്രീൻ വേണമെങ്കിൽ ഒരു BB ക്രീം, എന്തൊക്കെയായിട്ടുണ്ട്. പിന്നെ ടച്ചപ്പ് ചെയ്യാനുള്ള കണ്ടാരി കുടിച്ചിരിക്കും. പിന്നെ ഇത്തിരി ലിപ്സ്റ്റിക്ക്, ഇത്രയും മതി. അപ്പോൾ ആദ്യം നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. തീർന്നു, മനുഷ്യ മര്യാദയ്ക്ക് സൺസ്ക്രീൻ മേടിച്ചെന്ന് തോന്നുന്നു. ഇവിടെ ഒന്ന് മനുഷ്യൻ്റെ ആരോഗ്യമില്ല. ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് തേക്ക് ഇതേ ഉള്ളു. കഴുത്തിലും കൂടെ തേക്കണല്ലേ കറുത്തു. ഇതൊക്കെ തന്നെ തേപ്പെന്ന് പറയണം. കണ്ണാടിയൊക്കെ ഇട്ട് അല്ലേ, ഫാനിട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ ഇടാം. അടുത്തതായിട്ട് ഇതാ ഈ സാധനം ഇത്തിരി ഇടണം. നിങ്ങൾ ഞാൻ പറയണ പോലെയൊന്നും ചെയ്ത് കളയല്, കാരണം ഇങ്ങനെയൊന്നും അല്ല ബ്യൂട്ടീഷ്യന്മാരൊക്കെ ചെയ്യണം. അവരൊക്കെ പഠിച്ചിട്ടേണ്. ഇത് എൻ്റെ രീതിയാണ് കേട്ടോ. വല്ലതൊക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ അയ്യോ നമ്മളെ മുഖത്ത് ഇങ്ങനെ വന്നേന്നൊന്നും എൻ്റെ അടുത്ത് പറയല്. ഞാനല്ല ഉത്തരവാദി, ഇതെൻ്റെ രീതിയാണ്, എൻ്റെ മാത്രം. കണ്ണിൻ്റെ താഴെ കറുപ്പ് അറിയാതിരിക്കാൻ ഇത്തിരി ഇത് തേക്കാം ഗൈസ്. ഇത് പുട്ടിയൊന്നുമല്ല, ജസ്റ്റ് ഓൺലി ക്രീം. നമ്മളൊരിത്തിരി ക്രീം ഇടണേനാണ് ഒരെണ്ണം പൊട്ടിയത്. ഇതങ്ങോട്ട് മായ്ച്ചളയണം. ഇത് എന്തിനാണെന്ന് ഇത് മായ്ക്കാനാണെങ്കിൽ പിന്നെ ഇതൊക്കെ വിടണം. കറുത്തു പോയി ഗൈസ് വെയിലൊക്കെ കൊണ്ട്. അതുകൊണ്ടാണ് ഇതിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെ ഇരുന്നോ ഞാനാ പറഞ്ഞോടെ അങ്ങോട്ട് എങ്ങനെ ഇരുന്നേണെന്ന്. ഐലൈനർ ഞാൻ കരി വരച്ച് കഴിഞ്ഞാൽ ദിഗംബരനെ കണക്കാവും. അതിന് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞ കരി വരയ്ക്കുമ്പോൾ ഈ താഴെ പറ്റാതിരിക്കും. സത്യമാണ്, കരി വരച്ച് കഴിഞ്ഞ് എത്തി കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ അങ്ങ് പടന്ന് ദിഗംബരം ഇരിക്കുമല്ലോ, ആയില്യം നക്ഷത്രം ഇങ്ങനെയൊക്കെ ആവുമല്ല, അത് കണക്കാവും. തീരാറായ ഒരു ലിപ്സ്റ്റിക്, തീരാറായല്ല സംഭവം. മേടിച്ചിട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചിരുന്നു. അപ്പോൾ ചൂടടിച്ച് ഒലിച്ചു പോയിടേ, കണ്ട അലിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഡാർക്കൊന്നും വേണ്ട, ഇത്രയും ഡാർക്ക് ലിപ്സ്റ്റിക് അത്രയും ഡാർക്കൊന്നും വേണ്ട. ഞാൻ ഇങ്ങനെ ചുണ്ടിലൊന്നും ചുണ്ട് കറുപ്പാണെന്ന് അറിയിക്കാതിരിക്കുക. അല്ല തത്തമ്മ ചുണ്ടാണെന്ന് അറിയാൻ വേണ്ടി. മെർക്കുറിയാണ് ഗൈസ്, മെർക്കുറി.
കണ്ണിൽ പറ്റിയ ഒരു ഇത്രയും. ഞാൻ എത്ര ലിപ്സ്റ്റിക്കേ ഇടാറുള്ളൂ ഗൈസ്. ഇനി എന്തിനാണ് ഇനി കമ്മലിടണം. കമ്മൽ എവിടെ സത്യത്തിൽ? കമ്മല് വണ്ടിക്കകത്താണ്. കമ്മല് വണ്ടി കയറിയിട്ടിടാം. ഇത് ഐബ്രോ ആണ്, പിരികയില്ല, വെളുത്ത പിരിക. അതുകൊണ്ട് ഇച്ചിരി ഒന്ന് കറുപ്പിക്കാം. ഒരുപാടൊന്നും വരയ്ക്കില്ല, ജസ്റ്റ് പിരിക ഉണ്ടോയെന്ന് ഒന്ന് അറിയണം. 4 ആൾ കാണണം പിരിക. പിരികോന്നാ പുരികോന്നൊക്കെ പറയും. ഐബ്രോ എന്ന് പറഞ്ഞാൽ മതി. വായി നോക്കാനുള്ളതല്ലോ. പിരികൊക്കെ പോയട. ഇനി എന്തൊരു ചെയ്യും? വെളുകളായി. ഈശോടാ, ഇതെന്തുവാ? മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ? നോക്കട്ടെ. ഇത് മാറ്റി. ഇനി ഒരു പൊട്ട് വിട്ട്. ഇത് കമ്മൽ വിട്ടേ. ഞാൻ ആ സുന്ദരിയല്ലേ? അല്ലേ? മുടി ഒന്ന് സ്മൂത്ത് ചെയ്യാറായി. കണ്ട ചുരുണ്ട് കൂടി നൂഡിൽസ് കണക്കാവണം. ഗൈസ്, ഇതൊരു പേരിൽ ഈ സൈഡിൽ ഇങ്ങനെ ഇരുന്നോട്ടാ. ഒരെണ്ണം മതി. കണ്ടില്ലേ? ഇത് മോഡലായിട്ട് അത് അവിടെ അങ്ങ് ഇരിക്കും. കൊള്ളൂലേ? നല്ല രസമല്ലേ? ഇനി ഇതൊക്കെ കൈ ഇരിക്കട്ടെ, കാരണം ആവശ്യമാണ് ചിലപ്പോൾ. വേണമെങ്കിൽ കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ. ഗൈസ്, എങ്ങനെയുണ്ട്? സുന്ദരിയായില്ലേ ഇപ്പൊ? എങ്ങനെയുണ്ട് പറ. സൂപ്പർ. അതാണ്, അല്ലെങ്കിൽ ഞാൻ സുന്ദരിയാ. അപ്പൊ പാണ്ടക്കെട്ട് എടുക്കുന്നു, നമ്മൾ പോകുന്നു. സുന്ദരക്കുട്ടനും ഒരുങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോവുകയാണ്. നിശ്ചയത്തിന് പോകുന്നു. അപ്പൊ ഓക്കെ, പോവാ. വെളുത്തല്ലേ കുടുംബം. ശരി.